ചൈനയുടെ കിഴക്കൻ പ്രദേശത്തുള്ള കടലിൽ ഒരു ദ്വീപ സമൂഹമുണ്ട്. ആ ദ്വീപ സമൂഹത്തിലുള്ള മലനിരകളിൽ അത്ഭുത സിദ്ധികളുള്ള കുറേ അമരന്മാർ താമസിച്ചിരുന്നു. കരയിലെ മനുഷ്യരുമായി യാതൊരു വിധത്തിലുള്ള സഹവാസമോ ബന്ധങ്ങളോ ഇല്ലാതിരുന്ന ഈ അമരന്മാരിൽ ഒരാൾക്ക് മനുഷ്യരുടെ സ്വഭാവ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹം തോന്നി. അതിനായി അയാൾ മനുഷ്യവാസമുള്ള പ്രദേശത്തേക്ക് യാത്രയാവുന്നു. അയാൾ നടന്നു പോകുമ്പോൾ ഒരു വഴിപോക്കനെ കാണുന്നു. അമരൻ വഴിയിൽ കിടന്ന ഒരു കല്ലെടുത്ത് തൻ്റെ അത്ഭുത സിദ്ധി കൊണ്ട് അതിനെ സ്വർണമാക്കി വഴിപോക്കന് നൽകുന്നു. അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അടുത്ത നിമിഷം തന്നെ അയാൾ അമരനോട്, ഒരു കല്ലുകൂടി എനിക്ക് സ്വർണമാക്കി തരുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അയാളെ അല്പം പോലും ശ്രദ്ധിക്കാതെ അമരൻ മുന്നോട്ട് നീങ്ങുന്നു. അമരൻ വീണ്ടും ഒരു വഴിപോക്കനെ കണ്ടുമുട്ടുന്നു. അമരൻ അയാൾക്കും ഒരു കല്ലെടുത്ത് സ്വർണമാക്കി നൽകുന്നു. ഈ വഴിപോക്കനും വളരെ സന്തോഷമായെങ്കിലും അയാൾ മുഖത്ത് കഴിയുന്നത്ര ദൈന്യഭാവം വരുത്തി അമരനോട് പറയുന്നു, എൻ്റെ ജീവിതം വളരെ കഷ്ടത്തിലാണ്. ഈ ഒരു സ്വർണ്ണക്കട്ടി കൊണ്ട് മാത്രം എനിക്ക് ജീവിക്കാനാവില്ല. അതുകൊണ്ട് അടുത്തുള്ള ആ പാറക്കെട്ട് കൂടി സ്വർണമാക്കി തരാമോ? അയാളുടെ അത്യാഗ്രഹത്തെക്കുറിച്ച് ഓർത്ത് സഹതാപം തോന്നിയ അമരൻ ഒന്നും മിണ്ടാതെ മുന്നോട്ട് നീങ്ങുന്നു. ഇനി ഒരാളെ കൂടി പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ച അമരൻ വഴിയരികിലിരുന്ന ഒരാളെ കണ്ടുമുട്ടുന്നു. അയാളുടെ അരികിലിരുന്ന ഒരു കല്ലെടുത്ത് അമരൻ അതൊരു സ്വർണ്ണക്കട്ടിയാക്കി മാറ്റി അയാൾക്ക് നൽകുന്നു. എന്നാൽ ആ മനുഷ്യൻ സ്വർണ്ണക്കട്ടി ശ്രദ്ധിക്കുന്നതേയില്ല. കൊടുത്തത് പോരാഞ്ഞിട്ടാകുമെന്ന് വിചാരിച്ച അമരൻ വീണ്ടും ഒരു കല്ലുകൂടി സ്വർണമാക്കി മാറ്റി ആ മനുഷ്യന് നൽകുന്നു. അയാൾ വീണ്ടും നിസ്സംഗതയോടെ ഇരിക്കുകയാണ്. അപ്പോൾ അമരൻ വിചാരിച്ചു, ഇതാ ഒടുവിൽ ഞാൻ അത്യാഗ്രഹം ഒട്ടുമില്ലാത്ത ഒരു മനുഷ്യനെ കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ആ മനുഷ്യൻ പറയുന്നു, എനിക്ക് ഈ സ്വർണമൊന്നും വേണമെന്നില്ല. എന്നാൽ കല്ലുകളൊക്കെ സ്വർണമാക്കി മാറ്റുന്ന നിങ്ങളുടെ അത്ഭുത സിദ്ധിയുണ്ടല്ലോ, ആ വിദ്യ എനിക്ക് കൂടി പഠിപ്പിച്ചു തന്നാൽ മതി. ജീവിതത്തിൽ മോഹങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല. എന്നാൽ മോഹങ്ങൾ അതിമോഹങ്ങളും ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളും ആകുമ്പോഴാണ് ആപത്താകുന്നത്. അപ്പോൾ നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുടെയും ജീവിതം ദുരിതപൂർണമാകും. ധനവും ജീവിത സൗകര്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ തന്നെയാണ്. പക്ഷേ അവയ്ക്കു വേണ്ടിയുള്ള അതിരു കടന്ന ആഗ്രഹം നമ്മളെ പല ക്രൂരതകളിലേക്കും നയിച്ചേക്കാം.